السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ അഹ്ലുകാരെയും അവൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തിലും ഈമാനിലും ത്വാഅത്തിലുമായി ജീവിക്കാനും മരണനേരത്ത് കലിമ ചൊല്ലി പരിപൂർണ്ണ ഈമാനോടെ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ അനുഭവിക്കാൻ കഴിയുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും വലിയ തൗഫീഖാണ്, ഭാഗ്യമാണ്. നമ്മളൊക്കെ ദീനിനെ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. നമ്മുടെ നടപ്പിലും വസ്ത്രത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ടു നടക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ദീനിനെ അനുഭവിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ ദീനിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനിനെ ആസ്വദിക്കുക എന്നതാണ്. എന്താണ് മുഅ്മിനീങ്ങളായ ആളുകളെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ഇബാദത്തുകൾക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹു നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. നമുക്ക് തോന്നും ഭൂമിയിൽ നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 24 മണിക്കൂറിനിടയിലെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം നടക്കുന്ന പണിയല്ലേ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഇബാദത്തുമായിട്ട് ഇരിക്കാൻ കഴിയോ? തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്താണ് ഇബാദത്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ പൊരുൾ അറിയുമ്പോഴാണ് 24 മണിക്കൂറിനകത്ത് ഇബാദത്തല്ലാത്തതൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇബാദത്തിൻ്റെ അർത്ഥം എന്താണ്? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, പരിപൂർണമായ വണക്കവും വിധേയത്വവും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകേണ്ട കാര്യമാണത്. പരിപൂർണമായ വിധേയത്വം. എനിക്ക് മുകളിൽ, എല്ലാത്തിൻ്റെയും മുകളിൽ, സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ മുകളിൽ അള്ളാഹുവാണ് എന്ന ബോധ്യം, ഞാനൊരു ദുർബലനായ അടിമയാണ് എന്ന തിരിച്ചറിവ്, ഇതൊരു മനുഷ്യന് ഉണ്ടാവുക എന്നതാണ് ഇബാദത്തിൻ്റെ പൊരുൾ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും എനിക്കതുണ്ടാകണം, വാഹനം ഓടിക്കുമ്പോഴും ഉണ്ടാകണം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും എനിക്കതുണ്ടാകണം. ഈ പൊരുളിനെ ഒരാൾ തിരിച്ചറിഞ്ഞാൽ 24 മണിക്കൂറും അവനുണ്ടെങ്കിൽ അവന് ഉറക്കത്തിൽ അഹങ്കരിക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല എയർ കണ്ടീഷൻ ചെയ്ത റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോൾ പോലും വൗഫവ്വിദു അംരി ഇലല്ലാഹ്, അല്ലാഹുവൻ നിന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത് എന്ന് പറയാൻ അവൻ്റെ അധരങ്ങൾ മന്ത്രിക്കും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടോടിയതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കും മുകളിൽ അള്ളാഹുവിൻ്റെ ഒരൊറ്റ ഖഹ്രിയത്ത് മതി, അവൻ്റെ ആധിപത്യം മതി, എൻ്റെ സൗകര്യങ്ങളൊക്കെ തകർന്നു പോകാനെന്ന തിരിച്ചറിവുണ്ടാകും. ഈ അടിമ മനോഭാവം, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലെ ആ പരമമായ വണക്കത്തെക്കുറിച്ചുള്ള ബോധം, ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നതാണ് ഈമാനിനെ അനുഭവിക്കാൻ കഴിയുക എന്നത്. ദീനിനെ ആസ്വദിക്കാൻ കഴിയുക എന്നത് ഇവിടെയാണ്. ഈ ദീനിനെ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അവന് ഭൂമിയിൽ പിന്നെ ഒന്നും തടസ്സമാകില്ല, ഒന്നും അവന് പ്രയാസമുണ്ടാകില്ല. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും എല്ലാം അവന് പുഷ്പം പോലെ മാത്രമേ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചുരുങ്ങിയ അവസരങ്ങളിൽ മാത്രമാണ് മഹാനവറുകളുടെ അണപ്പല്ല് കാണുന്ന രീതിയിൽ ചിരിച്ചിട്ടുള്ളത്. ഒരിക്കൽ സ്വഹാബികൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ചിരിക്കുന്നത് പോലെയുള്ള ചിരികൾ ചിരിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ സൂറെന്ന കാഹളത്തിൽ ഊതാൻ കാത്തിരിക്കുന്ന മലക്കിനെയും നരകത്തെയും ഞാനിങ്ങനെ കാണുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യം
അള്ളാഹുവിൻ്റെ കയ്യിലുള്ള, അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യത്തിൽ മലക്കുകൾ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ കാണുകയാണ്. എൻ്റെ മുമ്പിൽ ഇങ്ങനെ നരകം കാണുമ്പോൾ, എൻ്റെ ഇരുവശങ്ങളിലും അസ്രായീലിനെ ഞാൻ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് ഈ ഭൂമിയിൽ ചിരിക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നടന്നു പോകുമ്പോഴാണ് സ്വഹാബികൾ തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. നബി തങ്ങൾ അവരെ നോക്കിയിട്ട് പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലം ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ. ഈ ചിരിക്കുന്ന നിങ്ങൾ, എനിക്കറിയാവുന്ന ഏതാനും കാര്യങ്ങൾ നിങ്ങൾക്കറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾ അല്പം ചിരിക്കുകയും കൂടുതൽ നിങ്ങൾ കരയുകയും ചെയ്യുമായിരുന്നു. ഈ ലോകത്ത് ഒരു മുഅ്മിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയുക എന്നതാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരട്ടെ. ആ ഈമാനിനെ അനുഭവിക്കാൻ കഴിയലാണ്. എങ്ങനെയാണ് ഈമാനിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആത്യന്തികമായി മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമെന്ന് പറയുന്നത് അത് മഹബ്ബത്താണ്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്. മഹബ്ബത്താണ് ദീൻ, മഹബ്ബത്താണ് ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈമാനിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവും അവൻ്റെ തിരുദൂതരും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകണം. ഇതാണ് മഹബ്ബത്ത്. ഈ മഹബ്ബത്ത് ഒരാളെ കൽബിലുണ്ടാവുക എന്നതാണ് ഈമാനിൻ്റെ യഥാർത്ഥ അവസ്ഥ. എനിക്ക് അള്ളാഹുവിനോട് ഹെബ്ബുണ്ടാവുക, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹെബ്ബുണ്ടാവുക. പിന്നെ വരുന്നതൊക്കെ ഈ മഹബ്ബത്തിൻ്റെ റിസൾട്ടുകളാണ്. മഹബ്ബത്തിൻ്റെ റിസൾട്ടുകളാണ്. ഒരാൾക്ക് ഹൃദയത്തിൽ ഒരാളോട് ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാളോട് വല്ലാത്ത കൊതിയുണ്ടാകും, ഷൗക്കുണ്ടായിരിക്കും. ഷൗക്കുണ്ടാകുന്നതും മറ്റെല്ലാം പിന്നെ ഇതിൻ്റെ റിസൾട്ടുകളായിട്ട് വരുന്ന കാര്യമാണ്. ഉൻസ്, ഷൗക്കും ഉൻസും ഒക്കെ ഇതിൻ്റെ റിസൾട്ടുകളാണ്. ഉൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തോന്നും. അവരാണ് സൂഫികൾ. അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ തസ്ബീഹ് മാല എടുത്തിട്ട് ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? ഉള്ളിൽ മഹബ്ബത്ത് ഉണ്ടായത് കൊണ്ടാണ് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ഈനാസ് അള്ളാഹുവാകുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് രാത്രിയിൽ ഉറക്കം വരാതിരിക്കുന്ന സമയത്ത് മുസല്ലയിട്ട് നിസ്കരിക്കാൻ തോന്നും. അത് ഷൗക്കാണ്. ഈ ഷൗക്കിലേക്കും ഉൻസിലേക്കും ഒക്കെ ഒരു മനുഷ്യനെ എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ, റിളയിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ, എനിക്ക് ലഭിക്കുന്നതിൽ തൃപ്തിപ്പെടുക, അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന് അതിനുവേണ്ടി ജീവിക്കുക. ഇത് മഹബ്ബത്തിൻ്റെ റിസൾട്ടാണ്. ഈ മഹബ്ബത്തിൻ്റെ ഫലം അനുഭവിച്ചവരാണ് സൂഫിയാക്കൾ. അവർ ഈ മഹബ്ബത്തിലൂടെ സഞ്ചരിച്ച് മഹബ്ബത്തിലേക്ക് എത്തിയതിന് ശേഷം ഈ ഷൗക്കിനെയും ഉൻസിനെയും ഈ റിളയെയും ഒക്കെ ആസ്വദിച്ചവരാണ്. ആ മഹബ്ബത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിലാണ് പ്രയാസം. ആ യാത്രയാണ് സ്വബർ, ക്ഷമ, തൗബ. സ്വബറും തൗബയുമൊക്കെ ആ യാത്രയിലേക്കുള്ള മഹബ്ബത്തിലേക്കുള്ള യാത്രയാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ക്ഷമിക്കണം. ഈ ഭൗതിക ലോകം നമ്മളെ പല കാര്യങ്ങളിലേക്കും പ്രലോഭിപ്പിക്കുമ്പോൾ ആ പ്രലോഭനങ്ങളിൽ വീഴാതെ ക്ഷമിക്കുക എന്നത് മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു തൗഫീഖാണ്. അതാണ് ഖുവ്വത്ത്. സ്വബർ ഉണ്ടാവുക, തൗബ ചെയ്ത് മടങ്ങുക, സുഹൃദ് ഉണ്ടാവുക, പരിത്യാഗം ഉണ്ടാവുക. തനിക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള പ്രേരണ ദീന് കൊണ്ട് ലഭിക്കുക. ഈ മഹബ്ബത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അവന് ഭൂമിയിൽ പിന്നെ ദീനിനെ ആസ്വദിക്കാൻ കഴിയും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഈ മഹബ്ബത്തിലൂടെ ദീനിനെ ആസ്വദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 38 ആളുകൾ മാത്രം മുസ്ലിമീങ്ങളായ സ്വഹാബികൾ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചത്, ഇനിയും നമ്മളിങ്ങനെ മൗനമായി രഹസ്യമായി പ്രബോധനം നടത്തണോ? നമുക്ക് പരസ്യമായി ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, നമ്മൾ ചെറിയ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. സിദ്ദീഖ് തങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നബി തങ്ങൾ അനുവാദം നൽകി. 38 പേരും മസ്ജിദുൽ ഹറാമിലേക്ക് ചെന്നു. ഓരോരുത്തരും അവരുടെ കുടുംബത്തിന്റെ പരിസരത്തിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് തിരുദൂതരിലേക്കും ആളുകളെ ക്ഷണിച്ചു. മസ്ജിദുൽ ഹറാമിലെ ആദ്യത്തെ സംഭവം, ആദ്യമായി ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഖുറൈശി പ്രമാണിമാരെ ചൊടിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയാണ് അബൂബക്കറിന് ധൈര്യം വന്നത്? ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഉത്ബത്ത് വന്നിട്ട് ആണി തറച്ച ചെരുപ്പെടുത്തിട്ട് സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്ക് മർദ്ദിച്ചു. സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങൾ നിലത്ത് വീണു.
മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആയിഷ ബീവി തങ്ങൾ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, സിദ്ദീഖ് തങ്ങളുടെ മുഖവും മൂക്കും തിരിച്ചറിഞ്ഞിരുന്നില്ല, മുഖം നീര് കെട്ടി വീർത്തുപോയി. സിദ്ദീഖ് തങ്ങൾ വീണു, മരിച്ചു എന്ന് ഉറപ്പിച്ചു ആളുകൾ. ഒരു വിരിപ്പിൽ പൊതിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. സിദ്ദീഖ് അബൂബക്കർ എങ്ങാനും മരിച്ചാൽ ഉത്തമത്തിനെ ഞങ്ങൾ കൊല ചെയ്യുമെന്ന് പറഞ്ഞു മുസ്ലിമീങ്ങൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വീട്ടിലേക്ക് ആളുകളൊക്കെ ചെന്നു, സ്വഹാബത്ത്. ഒരുപാട് നേരം കാത്തിരുന്നു, വെള്ളം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം സിദ്ദീഖ് തങ്ങൾക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ പാടെ ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന് എന്താ പറ്റിയത്? സിദ്ദീഖ് തങ്ങളുടെ ഉപ്പ അവിടെയുണ്ട്, ആർക്കും ഒന്നും അറിയില്ല. ഉപ്പയും ഉമ്മയും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആളുകൾ പറഞ്ഞു, സിദ്ദീഖിന് എന്തെങ്കിലും വെള്ളം കൊടുക്കൂ ഉമ്മ, എന്തെങ്കിലും അല്പം ഭക്ഷണമോ വെള്ളമോ കൊടുക്കും. ഉമ്മ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിട്ട് കൊടുക്കുമ്പോഴും ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർക്ക് എന്താ പറ്റിയത്? ഉമ്മാക്ക് ദേഷ്യം വന്നു. ആ മനുഷ്യന്റെ കൂടെ കൂടിയിട്ടാണ് എനിക്ക് തല്ലൊക്കെ കിട്ടിയത്, എന്നിട്ട് ഉമ്മ ഒഴിവാക്കിയിട്ടില്ലേ? ഉമ്മ മുസ്ലിമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, ഞാൻ ഒരു തുള്ളി വെള്ളമോ ഒരു വസ്തുവോ ഞാൻ കഴിക്കില്ല, എനിക്ക് ഹബീബിനെ കാണണം. ഹബീബ് എവിടെയാണെന്ന് പോലും ആർക്കറിയില്ല. അവസാനം പറഞ്ഞു, ഉമ്മു ജമീൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയെ പോയി കാണാൻ. ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയെ പോയി ഉമ്മ കണ്ടു. സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ ചെന്ന് കണ്ടപ്പോ, ഞാൻ നിങ്ങളുടെ മകനോട് നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. നേരിട്ട് വന്നിട്ട് പറഞ്ഞു, ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, സിദ്ദീഖ് തങ്ങളെ വിഷമിക്കണ്ട, ദാറുൽ അർഖമിൽ അർഖമിന്റെ വീട്ടിൽ നബി തങ്ങളുണ്ട്, സുരക്ഷിതനാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, റസൂലുള്ളാഹിനെ കാണണം, ഇല്ലാതെ ഞാനൊരു തുള്ളി വെള്ളം കുടിക്കില്ല. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത സമയമാണ്. രണ്ടുപേര് തോളിൽ പിടിച്ച് വേച്ചു നടന്നു ദാറുൽ അർഖമിനകത്തേക്ക്. അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദൂരെ നിന്ന് കണ്ടപാടെ സിദ്ദീഖ് തങ്ങൾ നിരത്തു വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വീണു. ഫിദാക ബി വ ഉമ്മി യാ റസൂലല്ലാഹ്. സിദ്ദീഖ് തങ്ങൾ വീണപാടെ സ്വഹാബത്തും വീണു അവിടെ. എൻ്റെ ഉമ്മയും ഉപ്പയും എല്ലാം അങ്ങേക്ക് മുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു നബിയെ. എൻ്റെ ഉമ്മ പാവപ്പെട്ട ഉമ്മയാണ്, ആ ഉമ്മയെ നിങ്ങൾ ക്ഷണിക്കണം ഇസ്ലാമിലേക്ക്. ആ വൈകാരികമായ നിമിഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവനും പകുത്തു നൽകിയ സിദ്ദീഖ് തങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ പകരമാണ് സിദ്ദീഖ് തങ്ങളുടെ ഉമ്മ നബി തങ്ങൾ നേരിട്ട് ക്ഷണിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും മഹബത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന സമയം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആൾ സിദ്ദീഖ് തങ്ങളല്ലേ. എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നബി തങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്ക് വേദന അനുഭവിച്ചു എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇന്നാലിന്നതൊക്കെയാണ്, സുഗന്ധമാണ്, ഭാര്യമാർക്ക് ഹിദ്മത്ത് ചെയ്യലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഹബ്ബു മിനദ് ദുനിയാ ഉഹിബ്ബു മിനദ് ദുനിയാ സലാസ, മൂന്ന് കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അൽ ജുലൂസു ബൈന യദൈക, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക, വൻ നദറു ഇലാ വജ്ഹിക, നിങ്ങളെ ഇങ്ങനെ നോക്കിയിരിക്കുക, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരിക്കുക, അത് കഴിഞ്ഞ് നിങ്ങളെ നോക്കിയിരിക്കുക. വ ഇൻഫാഖു മാലി അലൈക, എൻ്റെ ധനം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനപ്പുറത്തേക്ക് ഈ മൂന്ന് താല്പര്യം മാത്രമേ എനിക്ക് ദുനിയാവിൽ ഇഷ്ടമുള്ളൂ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ സമ്പത്തും ധനവും എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഈ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ നഷ്ടങ്ങളാണ്. നമ്മൾ ആലോചിച്ചാൽ ശരീരത്തിന് വേദന വന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, പണം മുഴുവൻ ചെലവാക്കേണ്ടി വന്നു. ഈ ചെലവാക്കുന്ന പണങ്ങളൊന്നും സിദ്ദീഖ് തങ്ങൾക്കൊരു നഷ്ടമായി തോന്നിയിട്ടില്ല. ലാഭം മുഴുവൻ ഈ പണം കൊടുത്ത് തിരിച്ചു വാങ്ങി ഈമാനിനെ, മഹബത്തിനെ, ഹലാവത്തുൽ ഈമാനിനെ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ദീന് കൊണ്ട് ലഭിക്കേണ്ടത് ഈ മാധുര്യമാണ്. ആ മാധുര്യം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ദീന് മുഴുവൻ നമുക്ക് ഭാരമാകും. ഓരോ നിയമങ്ങളും ഓരോ നിമിഷങ്ങളും നമുക്ക് ഭാരമായിട്ട് അനുഭവപ്പെടും. ആ ഭാരമാകാതിരിക്കാൻ ദീൻ നമുക്കൊരു ആസ്വാദ്യകരമായ ഒരു അനുഭവമായി മാറാനുള്ള ഏറ്റവും നല്ല പോംവഴിയാണ് മഹാന്മാരായ സൂഫിയാക്കളായ
തസവൂഫിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ച ആളുകളുടെ കൂടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഇതിനെ ആസ്വദിക്കാൻ കഴിയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.